Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് നിന്ന് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്പിരിച്വൽ ബ്രേസ്ലെറ്റ് ആവശ്യമായിട്ടുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ സ്പിരിച്വൽ ബ്രേസ്ലെറ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് സ്പിരിച്വൽ ബ്രേസ്ലെറ്റ്സ്. ഇതാണ് നമ്മുടെ ഇവിടെ ഈ ബ്രേസ്ലെറ്റ് വരുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് 9 ചക്ര ഇതാണ്, ആൻഡ് 7 ചക്ര ഇതാണ്. ഓക്കെ, മാഗ്നറ്റിക് ആയിട്ടുള്ള ഇതാണ് വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്കിങ്ങനെ ധരിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 7 ചക്ര, 9 ചക്ര ആൻഡ് ഇവിടെ ഈ ബ്രേസ്ലെറ്റ് അത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇങ്ങനെയാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഇന്നലെ രാത്രി നിങ്ങളെക്കുറിച്ച് എന്തായിരുന്നു ചിന്തിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒറിജിനൽ സ്റ്റോൺസ് ആണ് വരുന്നത്, ഒരിക്കലും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോൺസ് അല്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതൊരിക്കലും പൊട്ടത്തില്ല. നല്ല ഇതിൻ്റെ ഉള്ളിൽ മറ്റേ എലാസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല കൊടുത്തിരിക്കുന്നത്, ഇലാസ്റ്റിക് വയറല്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്, നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. പ്ലീസ് ഗൈഡ് us. Universe, please guide us. Universe, please guide us. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് രാത്രിയിൽ എന്താണ് ചിന്തിച്ചത്? ഓക്കെ, the reunion, the choice, the distance, the truth. ഓക്കെ, ബോട്ടംസിൽ വന്നിരിക്കുന്നത് ദ സോൾമേറ്റ് എന്ന് പറയുന്ന ഈ ഒരു എനർജിയാണ്. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ രാത്രിയിൽ എന്ത് ചിന്തിച്ചു എന്ന് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ പീരീഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പൂർണ്ണമായിട്ടും നോ കോണ്ടാക്റ്റിലിരിക്കുന്ന ഒരു വ്യക്തികളാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു സന്ദർഭം ആവാനും സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമുക്ക് നോക്കാൻ നേരത്ത് ഈ പേഴ്സണുമായിട്ട് നിങ്ങൾക്കിടയിൽ അകലമുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും കുറച്ച് മാറി മാറി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഈ സന്ദർഭത്തിൽ നിങ്ങൾക്കും ആ ഒരു വ്യക്തി വേണമെന്നുള്ള ഒരാഗ്രഹത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ആ ഒരു വ്യക്തിയുടെ ഒരു കോണ്ടാക്റ്റിന് വേണ്ടി, ഒരു മെസ്സേജിന് വേണ്ടി നിങ്ങൾ കാത്തു നിൽക്കുന്നു എന്ന് കാണപ്പെടുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ടൊരു 100 വിളിക്കും. അതുപോലെയാണ് നിങ്ങൾ നിൽക്കുന്നത്. മീൻസ് നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ബന്ധം കിട്ടാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അതിനുള്ള ഒരു ആൻസർ ഉണ്ടായിരിക്കില്ല, എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന്. അതായത് ഒരു തവണ വിളിച്ചാൽ ഒരു 100 തവണ വിളിക്കുന്ന ഒരു മനസ്സായിട്ടാണ് നിങ്ങളുടെ മനസ്സ് കാണപ്പെടുന്നത്.
ഇവിടെ നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടെങ്കിലും അതിനർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അതൊരു എൻഡിങ് എന്നല്ല ഇവിടെ പറയുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ അകൽച്ച ഉണ്ടെങ്കിലും ഇത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനായിട്ടോ അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിലും ഇതൊരു എൻഡിങ് ആയിട്ട് നിങ്ങൾ കൂട്ടുന്നില്ല. അതായത് ഈ റിലേഷൻഷിപ്പിൽ ഇനിയും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്, പുതിയ ഒരു തിരിച്ചുവരവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകളാണ് ഇവിടെ നമ്മൾ നോക്കിയത്. നിങ്ങളുടെ പേഴ്സൻ്റെ രാത്രികാല ചിന്തകൾ നോക്കാൻ നേരത്തും നമുക്ക് ഇതേ ഒരു തോട്ട്സ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. കാരണം ഇപ്പോൾ ഈ പേഴ്സണ് അവരുടെ രാത്രികാല ചിന്തകളിൽ കടന്നു പോകുന്നൊരു ചിന്ത എന്ന് പറയുമ്പം ഇപ്പം ഈ ഒരു ബന്ധത്തിൽ ഇതൊരു എൻഡിങ് അല്ല, അല്ലെങ്കിൽ ഇവിടെ ഒരിക്കലും ഈ ബന്ധം തകരാൻ പാടില്ല എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെ വിട്ടു പോകാനുള്ള ഒരു മനസ്സ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലില്ല. അങ്ങനെയുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് അവർ വഴുതി വീണിട്ടില്ല എന്നുള്ളൊരു കാര്യം കറക്റ്റായിട്ടും കാണിക്കുന്നുണ്ട്. സോ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോഴും അകൽച്ചയിലാണെങ്കിലും അവർ നിങ്ങളുമായിട്ട് മനസ്സുകൊണ്ട് കോർത്തിണങ്ങിയിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളുമായിട്ട് ഒരു സ്നേഹത്തോടു കൂടി നിൽക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അവരുടെ ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു സമയമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആവേണ്ടതല്ലായിരുന്നു, അവരുമായിട്ട് നല്ല രീതിക്ക് പോയാൽ മതിയായിരുന്നു, ഞാൻ എന്നെ സ്നേഹിക്കുന്ന പേഴ്സണുമായിട്ട് നല്ല രീതിക്ക് പോയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നലുകൾ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ പീരീഡിലൊക്കെ ആയത് വെറുതെ ഒരു തമാശ കൊണ്ടായിരിക്കാം. അതായത് ഒരു ചെറിയ ഒരു നിസ്സാര കാര്യത്തിനൊക്കെ ആയിരിക്കാം നിങ്ങളിവിടെ പിണങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റിലേക്ക് പോയത്. അപ്പോൾ ആ ഒരു ചെറിയൊരു കാര്യത്തിൻ്റെ പേരിൽ പിണങ്ങണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒന്ന് നല്ല രീതിക്ക് വന്നാൽ പോയാൽ മതിയായിരുന്നു. ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വാശി കാരണം പോയതായിരിക്കാം, ചിലപ്പം പെട്ടെന്നൊരു ദേഷ്യം കാരണം പോയതായിരിക്കാം. അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭങ്ങളിൽ വേർപിരിഞ്ഞ് നിൽക്കുന്നൊരു വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ശരിക്കും അതിൽ നല്ലതായിട്ട് ഈ വ്യക്തി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണപ്പെടുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ അതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നലുകൾ ഇവരുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം പലപ്പോഴും രാത്രികാലങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവർക്ക് പലപ്പോഴും ഉറങ്ങാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നേരത്തെയൊക്കെ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയാവാം, ഒരു രാത്രി 10 മണിയൊക്കെ ആകുമ്പം. പക്ഷേ നിങ്ങളുടെ കാര്യം ഓർത്തിട്ടൊരു മിഡ് നൈറ്റ്, അതായത് ഒരു 12 മണി 1 മണി അതുവരെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുക നേരത്ത് ഈ ഒരു ടൈമിൽ, അതായത് രാത്രികാല സമയങ്ങളിൽ അവർക്ക് ഒരുപാട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു അവസരങ്ങൾ കിട്ടുന്നുമുണ്ട്. ചിലപ്പം ഈ ഒരു പേഴ്സണ് ഒരുപാട് ഡ്യൂട്ടീസും ഒരുപാട് എന്താ പറയുക ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളൊരു വ്യക്തിയാവാം. അപ്പം അതുകൊണ്ട് പല കാര്യങ്ങളിലും പകലൊന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അത്രത്തോളം അവസരം കിട്ടത്തില്ലെങ്കിൽ പോലും എന്നാലും നിങ്ങളുടെ ഒരു കാര്യങ്ങൾ അവർക്ക് അവരുടെ ചിന്തയിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കുവാനും ഇവിടെ ഈ റിലേഷൻഷിപ്പിലുള്ള ആ പല സത്യങ്ങളും മനസ്സിലാക്കുവാനും ഈ പേഴ്സണ് കഴിയുന്നത് രാത്രി സമയങ്ങളാണെന്നാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു രാത്രികാല സമയങ്ങളിൽ പരസ്പരം നിങ്ങൾ ഒന്നിക്കുന്നുണ്ട്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മനസ്സുകൾ, അതായത് സോൾസ് എന്ന് പറയും, അപ്പോൾ സോളുകൾ തമ്മിൽ ഒന്നിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സോളുകൾ തമ്മിൽ ഒന്നിക്കുന്നതായിട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ
മറക്കാൻ കഴിയുന്നില്ലായിരിക്കും. അതുകൊണ്ടാണ് ആ സോളുകൾ തമ്മിൽ ഒന്നിക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ റിലേഷൻഷിപ്പ് വിട്ട് നിങ്ങൾ പോയെന്ന് പറഞ്ഞാലും ഈ ബന്ധത്തിലേക്ക് വീണ്ടും നിങ്ങളെ വരാൻ പ്രേരിപ്പിക്കുന്നത് ആ ഒരു ഘടകം കൊണ്ട് തന്നെയാണ്. ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഒരു സോൾ നിങ്ങൾക്ക് രണ്ട് പേർക്കുണ്ട്. രണ്ടുപേരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് മനസ്സുകൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടുകൂടി നിൽക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മനസ്സെന്ന് പറയുമ്പം ശരിക്കും നമുക്ക് ദ ചോയ്സ് ആൻഡ് ദ റിയൂണിയൻ ആൻഡ് സോൾമേറ്റ് ഈ 3 കണക്ഷൻസും പറയുന്നത് നിങ്ങൾ ആണ് അവരുടെ ഒരു ഏക ആശ്രയം, അല്ലെങ്കിൽ നിങ്ങളിലാണ് ആ ഒരു പേഴ്സൺ അഡിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് കാണപ്പെടുന്നുണ്ട്. മേ ബി ഈ പേഴ്സൺ ഒരുപാട് ചോയ്സസ് ഒക്കെ ഉണ്ടായിരിക്കാം, അവർക്ക് തിരഞ്ഞെടുക്കാൻ ഒരുപാട് വ്യക്തികളെയും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ മതി, അല്ലെങ്കിൽ മറ്റുള്ളവർ ആരും അവിടെ നിന്നോട്ടെ, അല്ലെങ്കിൽ മറ്റൊരു ചോയ്സിലേക്കും ഇവർക്ക് പോകാൻ താല്പര്യമില്ല എന്നും പകരം നിങ്ങളിലേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി ഒരുപാട് ചോയ്സസൊക്കെ തേടിപ്പോയൊരു വ്യക്തിയാവാം. നിങ്ങളുടെ അടുത്ത് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാവാം, നീ അല്ലാതെ എനിക്ക് മറ്റാരെങ്കിലുമൊക്കെ കിട്ടിക്കോളും എന്നൊക്കെ ഉള്ള ഒരു വാശിയോടുകൂടി പറഞ്ഞിട്ട് പോയ ഒരു വ്യക്തിയാവാം. അപ്പോൾ ആ വാശിക്ക് നിങ്ങളെ കരയിപ്പിച്ചിട്ടുള്ളതായിട്ടും കാണിക്കുന്നുണ്ട്. അതായത് ദ ട്രൂത്ത് എന്ന് പറയുന്ന ഒരു എനർജി ഉണ്ട് ഇവിടെ. കാരണം ഈ പേഴ്സൺ ശരിക്കും നിങ്ങളെ കബളിപ്പിക്കുവാനും നിങ്ങളുടെ മനസ്സൊന്ന് ഇളക്കാനും, മീൻസ് നിങ്ങളുടെ സ്നേഹം എത്രത്തോളമാണ് എന്നറിയാനൊക്കെ വേണ്ടി നിങ്ങളുടെ മനസ്സ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടും ഈ പേഴ്സൺ ഒരു ഇളക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇളക്കിയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഇളക്കുക എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിനെ ഒരു പ്രലോഭിപ്പിക്കുക, നിങ്ങളുടെ മനസ്സ് ആ ഒരു പേഴ്സൺ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ളൊരു വഴികൾ അവർ തേടിയിരുന്നു. അതിലൊന്നാമതായിട്ടുള്ളൊരു കാര്യം തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ അതായത് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിനെ മറ്റൊരു വ്യക്തി സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി മറ്റൊരു വ്യക്തിനെ സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള രീതിക്കൊക്കെ നിങ്ങളുടെ പേഴ്സൺ ആക്കി തീർത്തിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു ഭയങ്കര ചൈൽഡിഷ് എനർജി കാണിക്കുന്നുണ്ട്. അതായത് വെറുതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് പിണങ്ങുക, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് നിങ്ങളുമായിട്ട് വഴക്കിടുക, ഇതൊക്കെ അവരുടെ ഒരു ഹോബിയായിട്ട് നിന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ്. അപ്പം നിങ്ങളുടെ മനസ്സൊന്ന് മാറ്റാനും, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് അവരെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ അതൊരു റിയാലിറ്റിയിൽ, അതായത് ഒരു എന്താ പറയുക, ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സ് തുറന്നടിച്ച് ആ തേർഡ് പാർട്ടി വന്നു എന്നറിയുമ്പം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്ന ആ ഒരു ആദിയും അതൊക്കെ ഈ പേഴ്സൺ ആ ഒരു ചൈൽഡിഷ് എനർജിയിൽ കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിൽ മനസ്സിലായിട്ടുള്ളൊരു കാര്യം, അതായത് തേർഡ് പാർട്ടീനെ അവർ അവരുടെ ലൈഫിൽ ജസ്റ്റ് ഒന്ന് നിർത്തിക്കഴിഞ്ഞപ്പം നിങ്ങളുടെ സ്നേഹം എത്രത്തോളം ആണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശരിക്കും ഇവിടെ മൗനം പാലിച്ച് വളരെ സങ്കടപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്നു. അത് അവർക്ക് നിങ്ങളുടെ കണ്ണുകളിലൂടെ ശരിക്കും ആ ഒരു ട്രൂത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോടുള്ള ഒരു സ്നേഹം എത്രത്തോളമാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പം ഒരു തേർഡ് പാർട്ടി ഒക്കെ ആയിട്ട് അവർ റിലേഷൻഷിപ്പ് ആണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പം അവരെയാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ അവരോടൊപ്പം ഉള്ളൊരു ജീവിതമാണ് എനിക്കിഷ്ടം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വെറുതെ ഒരാദി പിടിപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും നിങ്ങൾ നോക്കാൻ നേരത്തെ അവർ റിലേഷൻഷിപ്പായിട്ട് നിൽക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് അല്ല. ശരിക്കും നിങ്ങളുടെ മനസ്സ് എത്രത്തോളമാണ്, നിങ്ങളുടെ ശക്തത എത്രത്തോളമാണെന്ന് ഈ പേഴ്സൺ പരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങളുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവന്നതും
നിങ്ങളുടെ സ്നേഹം അവർക്ക് അറിയാൻ വേണ്ടിയുമായിരുന്നു എന്ന് കാണപ്പെടുന്നു. ഇതാണ് അതിൻ്റെ അകത്തൊരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഇത് മനസ്സിലാക്കി കാണത്തില്ലായിരിക്കും. നിങ്ങൾ അതാണ് സത്യമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഈ ഒരു ടൈമിൽ അവരുടെ രാത്രികാല ചിന്തകൾ അങ്ങനെയുള്ള ഒരു സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്തുക. അല്ലെങ്കിൽ ചിലപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിട്ട് അവർക്ക് അവരുടെ സാഹചര്യം കൊണ്ട് തേർഡ് പാർട്ടീനെ അനുസരിക്കേണ്ടി വന്നിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയെന്ന് പറയുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് ആ ഒരു വ്യക്തിക്ക് അനുസരിക്കേണ്ട ഒരവസ്ഥ എന്ന് പറയുമ്പം വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരവസ്ഥയായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പം നിങ്ങളെ ആ സമയത്തൊക്കെ നന്നായിട്ട് ഈ പേഴ്സൺ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. മീൻസ് നല്ലൊരു നിങ്ങളെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തുക, നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടി ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പല സത്യങ്ങളും നിങ്ങൾ ഇന്ന് വരെയും അറിഞ്ഞിട്ടില്ല. അവരുടെ മനസ്സ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. ഈ ഒരു മാനസികാവസ്ഥയിലാണ് നിങ്ങളിരിക്കുന്നത്. അപ്പം ആ ഒരു സത്യാവസ്ഥ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. സോ ഈ പേഴ്സണെ സംബന്ധിച്ച് അവരുടെ മനസ്സെന്ന് പറയുമ്പം യഥാർത്ഥത്തിൽ വളരെയധികം ശക്തമായിട്ട് നിൽക്കുന്ന ഒരു മനസ്സായിട്ട് നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളെ ഒരു എന്താ പറയുക, നിങ്ങളെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു രീതിക്ക് അറിഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിട്ടുള്ള ഒരു സന്ദർഭങ്ങൾ കാണിക്കുന്നില്ല. അറിയാതെ അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലിപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ടും നിരാശയായിട്ടാണ് നിൽക്കുന്നത്. നിരാശയല്ല, നിങ്ങൾ ഭയങ്കര വേദനയായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളെ അകറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടെന്ന് വെച്ചല്ലോ. അപ്പോൾ ആ ഒരു സത്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് ആ ഒരു എന്താ പറയുക, അവരുടെ ഒരു പാസ്റ്റ്, അവരുടെ കഴിഞ്ഞു പോയൊരു കാലങ്ങളെ നിങ്ങളുടെ കൺമുമ്പിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ നിങ്ങളെ അതിലെന്താണ് സത്യം അസത്യം എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ആ രീതിക്കാണ് ഇപ്പം നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. സോ നിങ്ങളുടെ വ്യക്തി ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഈ റിലേഷൻഷിപ്പിലുള്ള നടന്നു പോയിട്ടുള്ള കാര്യങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. നിങ്ങളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും മാറ്റുക. ആ രീതിക്കാണ് ഇപ്പം ഈ പേഴ്സൺ രാത്രികാല ചിന്തകളിൽ അവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ മനസ്സ് എത്രത്തോളമാണെന്ന് നമ്മൾ കണ്ടു. ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ സ്പിരിച്വൽ ബ്രേസ്ലെറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്കും എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്പിരിച്വൽ ബ്രേസ്ലെറ്റ്സ് ഒന്നും കൂടെ നമുക്ക് കാണിക്കാം. ഇതാണ് സ്പിരിച്വൽ ബ്രേസ്ലെറ്റ്സ് വരുന്നത്. ഇത് എലാസ്റ്റിക് അല്ല, നോൺ എലാസ്റ്റിക് ആണ്, ഇത് പൊട്ടത്തില്ല. അതുപോലെ തന്നെ ഇതാണ് ഇവിടെ ഈ ബ്രേസ്ലെറ്റ് വരുന്നത്. റിയൽ സ്റ്റോൺസ് ആണ് നമ്മൾക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. 9 ചക്ര ആൻഡ് 7 ചക്ര. ഓക്കെ, ഇത് നമുക്ക് വരുന്നത് മാഗ്നറ്റിക് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കയ്യിൽ ധരിക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇത് ധരിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ കൈയുടെ സൈസ് വേണം, അതുപോലെ തന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര്, വയസ്സ്, നാള്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടുന്ന് സ്പിരിച്വൽ ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആക്കി കൊടുക്കുന്നത്. ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റോൺസോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള സ്റ്റോൺസ് മാത്രമേ നമ്മൾ ഇവിടുന്ന് കൊടുക്കുള്ളൂ. റോസ് ക്വാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബുദ്ധിസ്റ്റിൻ്റെ ആണെങ്കിൽ അങ്ങനെ, ഏതാണോ നേച്ചറിൻ്റെ ആണെങ്കിൽ അങ്ങനെ, നേച്ചർ സ്റ്റോൺസ്, എല്ലാ സ്റ്റോൺസ് വെച്ചിട്ടുള്ള പല ബ്രേസ്ലെറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ആവശ്യമായിട്ടുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തെങ്കിലും അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.